ബ്ലാസ്റ്റേഴ്സിൻ്റെ യുദ്ധഭൂമിയിൽ നിന്നും മറ്റൊരു ബട്ടൺ കൂടെ പുറത്തു പോയിരിക്കുന്നു. യെസ്, മിലോസ് റുൻസിച്ച്. ബ്ലാസ്റ്റേഴ്സ് കൂട്ടൊഴിപ്പിക്കലിന് ഒരുങ്ങി തയ്യാറായിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. സോ തുടരെയുള്ള ദിവസങ്ങളിൽ ഒരു വിൽപ്പന കച്ചവടം കാണാവുന്നതാണ് എന്നുള്ളതാണ് എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ആരാധകരെ സംബന്ധിച്ചിടത്തോളം, മിലോസ് റുൻസിച്ച് എന്ന് പറയുന്ന താരത്തെ ഒരു സീസണൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ആരാധകരെ ഏറെക്കുറെ കഴിവിട്ടതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരാധകർക്ക് ഒരിക്കലും ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു താരമാണ്, ഒരു ഡിഫൻഡറാണ് മിലോസ് റുൻസിച്ച് എന്ന് പറയുന്നത്. കാരണം താരത്തിൻ്റെ കാലിൽ നിന്നും ഒരുപാട് പിഴവുകൾ പല തോൽവിക്കും കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം എന്നോ ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുള്ളതായിരിക്കും ചർച്ച. സോ മിലോസ് റുൻസിച്ചിനെ പുറത്താക്കിയതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ പലരും സപ്പോർട്ടാണ്, 99%. എന്നാലും 1% ആൾക്കാരൊക്കെ ഉണ്ട് എന്തിനാ മിലോസിനെയൊക്കെ ഒഴിവാക്കി എന്നൊക്കെ ചോദിക്കാൻ. അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. എന്താണെന്ന് പറഞ്ഞാൽ, ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ബെസ്റ്റ് തീരുമാനങ്ങളിൽ ഒന്നായിട്ടാണ് ഞാൻ കണക്കാക്കിയിട്ടുള്ളത്. കാരണം കഴിഞ്ഞ വർഷം ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ മിലോസ് റുൻസിച്ചിനെ ഒഴിവാക്കണം, അല്ലെങ്കിൽ ഒഴിവാക്കും, ടീമിൽ നിന്ന് പുറത്തു പോകും എന്നുള്ള ഒരു വിശ്വാസത്തിലായിരുന്നു നമ്മൾ. പിന്നെ എന്തോ കൊണ്ട് ആ ഒരു ട്രാൻസ്ഫറോ കാര്യങ്ങളോ അവിടെ സംഭവിച്ചില്ല എന്നുള്ളതായിരുന്നു. ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ചും മിലോസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള പ്ലെയറാണ്. പക്ഷേ നമ്മളെ ഈ ഒരു സ്ക്വാഡിനോ നമ്മളെ ടീമിനോ സ്യൂട്ടല്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ഒന്നുമില്ല, ആകെ പണ്ടാറടങ്ങി നിൽക്കുന്ന ഒരു ക്ലബ്ബാണ്. അപ്പോൾ ഇതിലേക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ കൊടുത്ത് നല്ലൊരു സ്ട്രൈക്കറെ കൊണ്ടുവരുമ്പോൾ ആ സ്ട്രൈക്കറിലേക്ക് ഫാസ്റ്റായിട്ട് പന്തെത്തിച്ച് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു താരമല്ല മിലോസ് റുൻസിച്ച് എന്ന് പറയുന്നത്. ഒരു ഡിഫൻഡർ അല്ല, പ്രത്യേകിച്ചും ഒരു ക്യാപ്റ്റൻസി ഹാൻഡ് ബാൻഡ് ഒന്നും ധരിച്ച് നിൽക്കേണ്ട ഒരു കോലല്ല എന്ന് എനിക്ക് പണ്ടേ തോന്നിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തെ പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് 2-3 ഗോളുകളൊക്കെ നേടി തന്നിട്ടുണ്ട്. എന്തായാലും അതിനൊക്കെ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ മുൻപിലോ അല്ലെങ്കിൽ മധ്യനിരയിലോ ഉണ്ടെങ്കിൽ മിലോസിൻ്റെ ഭാഗത്തു നിന്നും വലിയ രീതിക്കുള്ള അറ്റംപ്റ്റോ കാര്യങ്ങളോ വരലില്ല. ഇപ്പം എനിക്കറിയാം, സ്റ്റെഹ്റയുടെ ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് തോന്നുന്നു ആ ഒരു വെർട്ടിക്കൽ ഗെയിമിന് നല്ല യൂസ് ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ മിലോസ് റുൻസിച്ച് എന്ന് പറയുന്നത്. കാരണം നോഹയിലേക്ക് ലോങ്ങിൽ പന്തെത്തിക്കാനായിട്ട് അവിടെ തന്നെ അദ്ദേഹത്തിന് പിഴവുകളും പറ്റിയിട്ടുണ്ട് ആ ഒരു വെർട്ടിക്കൽ ഗെയിമിൽ. അതുകൊണ്ട് തന്നെ ഒരുപാട് മിസ്റ്റേക്ക് അദ്ദേഹത്തിൻ്റെ കാലിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. പ്രത്യേകിച്ച് സ്പീഡിൻ്റെ കാര്യത്തിൽ വളരെ ബാക്കിലായിരുന്ന ഒരു പ്ലെയറായിരുന്നു. നമ്മൾ കണ്ടിട്ടുണ്ട് പല സമയത്തും ഈ താരത്തെ മറികടന്നിട്ട് പല സ്ട്രൈക്കർമാരും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നതും അവരൊക്കെ പുഷ്പം പോലെ എടുത്തിടുന്ന ഒരു പ്ലെയർ, ഒരു ഡിഫൻഡറായി മാറുന്ന കാഴ്ചയായിരുന്നു മിലോസ് റുൻസിച്ച് പലപ്പോഴും കളിക്കളത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നത്. മറ്റൊരു കാര്യമാണ്, ഒരു ഡിഫൻഡറെ സംബന്ധിച്ചിടത്തോളം ടാക്ലിംഗ് എന്ന് പറയുന്നത് ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ്. ഇത് ഒരു പ്രോപ്പർ അല്ല എന്നുള്ളത് കറക്റ്റാണ്. ചില സമയങ്ങളിലൊക്കെ ആവശ്യമില്ലാതെ ടാക്ലിംഗ് ചെയ്യുന്ന അവസരം കണ്ടിട്ടുണ്ട്. എന്നാൽ ചില സമയങ്ങളിൽ മിലോസ് വളരെ ഭംഗിയായിട്ട് ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ഭൂരിഭാഗം സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ട ഒരു പ്ലെയർ എന്ന് പറയുന്നത് നല്ല ഫാസ്റ്റ് വേണം, ഫിറ്റ്നസ് വേണം, അതുപോലെ തന്നെ വളരെ നല്ല ക്യുക്കായിട്ടുള്ള അഗ്രസീവും കാര്യങ്ങളും ഇതൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്ലെയറാണ്. പ്രത്യേകിച്ച് ഡിഫൻഡേഴ്സ് എന്നൊക്കെ പറയേണ്ടത് അങ്ങനത്തെ ആൾക്കാരാണ് വേണ്ടത്. നമ്മളെ പഴയ ലെസ്കോവിച്ചിനൊക്കെ പോലെ. മിലോസ് അങ്ങനത്തെ ഒരു പ്ലെയർ അല്ല എന്നുള്ളത് കഴിഞ്ഞ ഒരു 2 സീസൺ മുമ്പ് തന്നെ തോന്നിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴാണ് അലക്സിസ് മോറ ഒരു കോച്ചിൻ്റെ സ്ഥാനത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. എങ്ങനെ വന്നാലും ഒരുപാട് മാറ്റങ്ങളും ഇനിയും ബ്ലാസ്റ്റേഴ്സിൻ്റെ പേജിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ചിലപ്പോൾ ഒരു വിക്കൽ വാങ്ങൽ ചടങ്ങുകൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് രാത്രി നാളെ രാത്രി അങ്ങനെയായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അറ്റ്ലാസ്റ്റ് ഞാൻ മറ്റൊരു കാര്യം കൂടി പറയട്ടെ, നമ്മളെല്ലാവരും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രയത്നത്തിന് അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് കപ്പടിക്കുന്ന കാര്യത്തിനാണ് നമ്മളെല്ലാവരും മുൻഗണന കൊടുക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ വന്നിട്ടുള്ള കോച്ചിനനുസരിച്ചുള്ള പ്ലേയേഴ്സ് വരട്ടെ. അതിപ്പോൾ ലൂണയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ബാക്കിയുള്ള താരങ്ങളാണെന്നുണ്ടെങ്കിലും കോച്ചിൻ്റെ ആ ഒരു കളിശൈലിക്ക് പറ്റൂല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കട്ടെ എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഒരു ജെന്യൂനായിട്ടുള്ള ബ്ലാസ്റ്റേഴ്സ് ആരാധകനാണ് ഞാൻ. എന്താണ് മിലോസിനെ പറ്റിയിട്ട്, മിലോസിനെ പുറത്താക്കിയതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് അതിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യാൻ മറ്റൊരു വീഡിയോയിൽ അതിലേക്കും ബൈ.